നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ ഇടം നേടിയ താരമാണ് ഉർവശി. കവിതാ രഞ്ജിനി എന്നതാണ് യഥാർത്ഥ പേര്. മലയാളികൾ മനസ്സറിഞ്ഞ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന അഭിനേത്രിയാണ് ഉർവശി. അതുപോലെ മലയാളികളുടെ പ്രിയപ്പെട്ട കുട്ടൻ തമ്പുരാനാണ് ഇന്നും മലയാളികൾക്ക് മനോജ് കെ ജയൻ. വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചിട്ടുള്ളത്. സല്ലാപത്തിലെ ദിവാകരനും അനന്തഭദ്രത്തിലെ ദിഗംബരനെയുമെല്ലാം പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മകളായ കുഞ്ഞാറ്റ എന്ന് അറിയപ്പെടുന്ന തേജാലക്ഷ്മി നല്ലൊരു അഭിനേത്രിയായി മാറുമെന്നതിൽ പ്രേക്ഷകർ പ്രതീക്ഷയുണ്ട്. ഇതുവരെ പഠനവും ജോലിയുമെല്ലാമായി കുഞ്ഞാറ്റ തിരക്കിലായിരുന്നു. കുറച്ചു നാളുകളായി താരപുത്രി കേരളത്തിലുണ്ട്. ഉർവശി സിനിമയുടെയും മറ്റും ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തുമ്പോൾ അമ്മയ്ക്ക് തുണയായി ഒപ്പം പോകാറുള്ളത് കുഞ്ഞാറ്റയാണ്. വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം മനോജും ഉർവശിയും രണ്ട് വഴിക്ക് പിരിഞ്ഞപ്പോൾ മകളുടെ സംരക്ഷണാവകാശം മനോജ് കെ ജയൻ ചോദിച്ചു വാങ്ങുകയായിരുന്നു. അന്ന് അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം കുഞ്ഞാറ്റയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അമ്മ ഉർവശിക്കൊപ്പം യാത്ര ചെയ്യാനും താമസിക്കാനും കുഞ്ഞാറ്റ ചെന്നൈയിലേക്ക് പോകും. അല്ലാത്ത സമയങ്ങളിൽ എല്ലാം അച്ഛനൊപ്പം കേരളത്തിലുണ്ടാകും തേജാലക്ഷ്മി. 2000-ലായിരുന്നു മനോജ് കെ ജയന്റെ ഉർവശിയുടെയും വിവാഹം. ഇരുവരും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇത്. പിന്നീട് 2008-ൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു. കുടുംബത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് എപ്പോഴും പറയാറുണ്ട് മനോജ് കെ ജയൻ. നടി ഉർവശിയുമായുള്ള പ്രണയവും വിവാഹമോചനവുമെല്ലാം എന്നും വാർത്തയായിരുന്നു. ഉർവശിയുമായി വേർപിരിഞ്ഞ ശേഷമാണ് മനോജ് കെ ജയൻ ആശയെ വിവാഹം കഴിക്കുന്നത്. 2001-ൽ മനോജ് കെ ജയനും ആശയും തമ്മിൽ വിവാഹിതരായി. ഈ ബന്ധത്തിൽ ഇരുവർക്കും ഒരു മകനുണ്ട്. 2013-ൽ ചെന്നൈയിൽ ബിൽഡറായ ശിവപ്രസാദുമായി ഉർവശിയുടെ രണ്ടാം വിവാഹം കഴിഞ്ഞു. ആ ബന്ധത്തിൽ ഉർവശിക്ക് ഒരു മകനുണ്ട്. ഉർവശിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളത് സിനിമാ പ്രവേശനത്തെക്കുറിച്ചാണ്. അമ്മയും അച്ഛനും പ്രതിഭയുള്ളവരായതിനാൽ കുഞ്ഞാറ്റയിലും അതുണ്ടാകുമെന്നും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുമുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷ തന്നെയാണ് ആ ചോദ്യത്തിന് പിന്നിൽ. ഇപ്പോഴത്തെ മനോജ് കെ ജയൻ ആദ്യമായി മകളുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഈ അടുത്താണ് മകൾക്ക് സിനിമയോട് താല്പര്യം വന്നതെന്നും എന്നാൽ ഒരിക്കലും സിനിമയിലേക്ക് അവളെ താൻ ഫോഴ്സ് ചെയ്ത് ഇറക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് മനോജ് കെ ജയൻ ഒരു പ്രമുഖ ചാനലിൽ പറഞ്ഞത്. മകൾക്ക് പ്രിയപ്പെട്ട താരാട്ട് പാട്ടിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴായിരുന്നു അവതാരകൻ സിനിമയിലേക്ക് കുഞ്ഞാറ്റയെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചത്. ഞാനും കുഞ്ഞാറ്റയും മദ്രാസിലായിരുന്നപ്പോൾ ഒരുപാട് പാട്ടുപാടി അവളെ ഉറക്കുമായിരുന്നു. അന്ന് എം ജയചന്ദ്രൻ സിനിമയിൽ എത്തിയിട്ടില്ല, സീരിയലുകൾ ചെയ്യുകയാണ്. വാവ എന്നൊരു സീരിയലുണ്ടായിരുന്നു. അതിലെ പാട്ട് കുഞ്ഞാറ്റയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് നിരന്തരം ആ പാട്ട് പാടാൻ അവൾ ആവശ്യപ്പെടുമായിരുന്നു. കുഞ്ഞാറ്റ ഇപ്പോൾ നാട്ടിലുണ്ട്, എന്നും എക്കാലത്തും ഇവിടെ തന്നെയാണ്. ഇടയ്ക്ക് ഞാനും അവളും UK-യിൽ പോയി വരും. അവൾക്ക് ഈയിടയ്ക്കായി സിനിമയോട് ഒരു താല്പര്യം വന്ന് കയറിയിട്ടുണ്ട്. ആ താല്പര്യം എന്നോട് പറഞ്ഞിരുന്നു. സിനിമയാണ്, അതിനൊരു സമയമുണ്ട്, ബാക്കിയുണ്ട്, നല്ല അവസരങ്ങൾ വന്നാൽ മാത്രം ചെയ്യുക എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. ഒരിക്കലും സിനിമയിലേക്ക് അവളെ ഞാൻ ഫോഴ്സ് ചെയ്ത് ഇറക്കില്ലെന്നത് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തന്നെ എന്നോട് ആഗ്രഹം പറഞ്ഞപ്പോൾ നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിൽ ഞാൻ നിൽക്കുന്നു. അടുത്തിടെ വനിതയിൽ കുഞ്ഞാറ്റയുമായിരുന്നു മുഖചിത്രമായി പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അന്ന് അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദിലീപിന്റെ മകൾ മീനാക്ഷി അടക്കമുള്ളവർ കുഞ്ഞാറ്റയുടെ ഉറ്റ സുഹൃത്തുക്കളാണ്. ഉർവശിയുടെ സഹോദരി കൽപ്പനയുടെ മകൾ ശ്രീമയിയും സിനിമയിൽ അരങ്ങേറാനുള്ള തയ്യാറെടുപ്പിലാണ്.